ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ വിടുക. വീണ്ടും ഒരു ക്വിറ്റ് ഇന്ത്യ ദിവസം വന്നെത്തിയിരിക്കുകയാണ്, ആഗസ്റ്റ് 8. ഇന്നേ ദിവസം 1942 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റങ്ങളിൽ ഒന്നായ ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാലോ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1939. ആ വേൾഡ് വാറിൽ 2 ടീമുകളുണ്ടായിരുന്നു, അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും, സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും. ഇന്ത്യയെ ആ സമയത്ത് കീഴ്പ്പെടുത്തി വെച്ചിരുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം സഖ്യശക്തികളുടെ ഒരു പ്രധാന അംഗമായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ 2ാം ലോക യുദ്ധത്തിൽ വിജയിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ സപ്പോർട്ട് നേടാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം നിറവേറ്റുന്നതിനായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ആ പ്രതിനിധി വേറെ ആരുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ അംഗമായിരുന്ന, കൂടാതെ ലേബർ പാർട്ടിയുടെ നേതാവും കൂടിയായിരുന്ന സർ സ്ട്രെഫോർഡ് ക്രിപ്സൺ ആയിരുന്നു. 1942 ക്രിപ്സൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നേതാക്കളുമായും പ്രധാനപ്പെട്ട പാർട്ടികളുമായെല്ലാം ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളുടെ മുന്നിലേക്ക് വെച്ച ഓഫർ ഇതായിരുന്നു: യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്താമെന്നും ഇന്ത്യക്ക് ഡോമിനൻ്റായ കുറച്ച് പവേഴ്സ്, അധികാരങ്ങൾ നൽകാമെന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളൊന്നും ഇതിനെ അംഗീകരിച്ചില്ല. അവസാനം ക്രിപ്സൺ കമ്മീഷൻ പരാജയപ്പെടുകയുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1942 വലിയൊരു ബഹുജന മുന്നേറ്റത്തിന് ഗാന്ധിജി നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു സമരം തന്നെ അറിയപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ എന്ന പേരിലാണ്. ഗാന്ധിജിയുടെ സമരങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല പേരുകളുണ്ടെങ്കിലും അതിനൊരു പ്രാദേശിക ടച്ച് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ ഒരു ഇംഗ്ലീഷ് നെയിമാണല്ലേ. അത് ശരിക്കും പറഞ്ഞെങ്കിൽ യൂസഫ് മെഹ്റലി എന്ന് പറയുന്ന ഡൽഹിക്കാരനായ ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, അദ്ദേഹം മുന്നോട്ട് വെച്ച പേരായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത്. അതിനെക്കുറിച്ച് വരുമ്പോൾ 1942 ഓഗസ്റ്റ് 7, 8 തീയതികളിലായിട്ട് മുംബൈയിൽ വെച്ചിട്ട് വലിയൊരു സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ അധ്യക്ഷൻ നമ്മളുടെ വേറെ ആരുമായിരുന്നില്ല, ആ സമയത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കരട്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അന്ന് തന്നെ ഗാന്ധിജി നേരെ പുറത്തിറങ്ങിയിട്ട് ജനങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഒരു വലിയ ഹാളിന് പുറത്തായിട്ട് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് അറിയാനായിട്ട് ജനങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഗാന്ധിജി ചെല്ലുകയും തൻ്റെ പതിവായി പറയുന്ന ആ പതിഞ്ഞ സൗണ്ടിൽ പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണ്: നമ്മൾ പുതിയൊരു സമരമാർഗം അല്ലെങ്കിൽ സമരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന മുദ്രാവാക്യമാണ്: ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നവരെ പോരാടുക, ബ്രിട്ടനെ പുറത്താക്കിയാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടുകൂടി ഈ ഒരു വലിയൊരു സമരം സ്റ്റാർട്ട് ചെയ്യണം. നോക്കാം, ഈ ഒരു വാർത്ത ഇന്നത്തെ പോലെ വലിയ വാർത്താ മാധ്യമങ്ങളൊന്നുമില്ല, എന്നിട്ടും ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. ഇതിൻ്റെ അപകടം മണത്തറിഞ്ഞ ബ്രിട്ടീഷ് പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുകയാണ്, ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ആ ഒരു ഓപ്പറേഷനിലൂടെ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റു പോലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ സമയത്താണ് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ 100 പേര് വേറെ വരുമെന്ന് പറയുന്ന പോലെ 2 പ്രധാനപ്പെട്ട ആൾക്കാർ വേറെ വന്നത്: ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയും. ഇവർ റേഡിയോ മുഖാന്തരമൊക്കെ പല രീതിയിൽ നമ്മളുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് ആൾക്കാർ, ഏകദേശം നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്രയധികം ആൾക്കാർ പങ്കെടുത്ത ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ 25,000-ഓളം ആൾക്കാരാണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇന്ത്യ കണ്ട ഒരു വലിയ സമരത്തിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയുണ്ടായത്. ഈ ഒരു സമരത്തിനെ കുറിച്ച് പറയുന്നത് ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജി പങ്കെടുത്ത അല്ലെങ്കിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ഇന്ത്യയിലെ അവസാനത്തെ ദേശീയ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം.